നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൗഹൃദ സംഗമവും KSK ആലപ്പാട് അനുസ്മരണവും ജനുവരി 28 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഒറ്റപ്പാലം കണ്ണിയമ്പുറം UP സ്കൂളിൽ നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. UAEയുടെ പൈതൃക സംരക്ഷണത്തിനായി അബുദാബി ഹെറിറ്റേജ് അതോറിറ്റിക്ക് അധികൃതർ രൂപം നൽകി. എമിറേറ്റ്സ് ഹെറിറ്റേജ് ക്ലബിനും അബുദാബി കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽസ് കമ്മിറ്റിക്കും പകരമായാണ് പുതിയ അതോറിറ്റിക്ക് രൂപം നൽകിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച നിയമം പുറപ്പെടുവിച്ചത്. ഇമറാത്തി പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനും ദേശീയ വ്യക്തിത്വ മൂല്യങ്ങളും പാരമ്പര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരമ്പര്യ രീതികൾ രേഖകളാക്കുന്നതിനും സാഹിത്യത്തിലും പാരമ്പര്യത്തിലും ഗവേഷണവും പഠനവും നടത്തുകയുമാണ് അതോറിറ്റിയുടെ പ്രധാന കർത്തവ്യങ്ങൾ. ഇമറാത്തി നാട്ടുഭാഷകളും ക്ലാസിക്കൽ അറബിക് കവിതാ സംരംഭങ്ങളെയും എമിറേറ്റിന്റെ വാമൊഴി ചരിത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ചരിത്ര പഠനങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെയും അവലോകനം ചെയ്യുന്നതും അബുദാബി ഹെറിറ്റേജ് അതോറിറ്റി രേഖപ്പെടുത്തും. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഈ മാസം 28-ന് സംഘടിപ്പിക്കുന്ന സ്പോർട്സ് ഡേയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് വിനീഷ് മോഹൻ അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് റീജിയന്റെ ഐക്യദാർഢ്യം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി അലൈൻ പ്രോവിൻസിൽ നിന്നും കൈമാറിയ പതാക ദുബായ്, അബുദാബി, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, അൽക്കോബാർ, ഖത്തർ, അജ്മാൻ, റാസൽ ഖൈമ, ഉമുൽ ഖുവൈൻ, ഫുജൈറ വഴി ഷാർജ പ്രോവിൻസിൽ എത്തിയതായി മിഡിൽ ഈസ്റ്റ് സ്പോർട്സ് ഡേ ജനറൽ കൺവീനർ CU മത്തായി അറിയിച്ചു. ഫുട്ബോൾ രംഗത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ദല്ല ഫുട്ബോൾ ക്ലബിന്റെ കീഴിൽ നടക്കുന്ന DFC സോക്കർ അക്കാദമി വിദ്യാർത്ഥികൾക്ക് കിറ്റ് വിതരണം ചെയ്തു. ഫൈസലിയയിലെ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിഗാർപ്പ് മാനേജിംഗ് ഡയറക്ടർ റാഫി പുത്തൻചിറ കിറ്റ് ലോഞ്ചിംഗ് നടത്തി. ചടങ്ങിൽ DFC ചെയർമാൻ ഫസൽ ജഫ്രി അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.